teacher doctors. Welcome to NEET Master Malayalam. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ടാണ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് പിഗ്മെന്റ് കണ്ടെയ്നിങ് ബോഡീസ് പ്ലാന്റ്സിലും ആൽഗയിലും യൂഗ്ലിനോയിഡ്സിലുമാണ് നമുക്ക് പ്ലാസ്റ്റിഡ്സ് കാണാൻ പറ്റുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് സ്റ്റോർ ഫുഡ്. അതാണ് പ്ലാസ്റ്റിഡ്സ് ചെയ്യുന്നത്. ദാറ്റ് പിഗ്മെന്റ് കണ്ടെയ്നിങ് ബോഡീസ് ആണ് പ്ലാന്റ്സിലും ആൽഗയിലും യൂഗ്ലിനോയിഡ്സിലൊക്കെയാണ് കാണുന്നത്. മാനുഫാക്ചർ ആൻഡ് സ്റ്റോർ ഫുഡ്. ഇപ്പോൾ പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ പെട്ടെന്ന് ഈസിലി നമുക്ക് വിസിബിൾ ആണ്. കാരണം ഇത് വലിയ ലാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ കാണാനായിട്ട് പറ്റും പ്ലാസ്റ്റിഡ്സിനെ. ഈ പ്ലാസ്റ്റിഡ്സിനെ നമുക്ക് ബേസ്ഡ് ഓൺ ദ പിഗ്മെന്റ്സ് ദേ കണ്ടെയ്ൻ, അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പിഗ്മെന്റിനെ വെച്ചിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിഡ്സിനെ തിരിക്കാനായിട്ട് പറ്റും. അതിൽ എന്ത് പിഗ്മെൻ്റ് ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ കേൾക്കുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദാറ്റ് കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെൻ്റ് ആണ് അതിലുള്ളത്. ക്ലോറോഫിൽ എന്നാണ് ആ പിഗ്മെന്റിന്റെ പേര്, ക്ലോറോഫിൽ. ഇത് കാണുന്നത് ലീവ്സിലെ മീസോഫിൽ സെൽസിനാണ്. സീൻ ഇൻ മീസോഫിൽ സെൽസ് ഓഫ് ലീവ്സ്. അവിടെയാണ് നമുക്ക് ക്ലോറോഫിലിനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ NCERT പറഞ്ഞിട്ടുണ്ട്, ലെൻസ് ഷേപ്പ് ആകാം, ഓവൽ ആകാം, സ്പെരിക്കൽ ആകാം, ഡിസ്കോയിഡ് ആകാം, അല്ലെങ്കിൽ റിബൺ ഷേപ്ഡ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 to 10 millimeter ആണ്. ലെങ്ത് മീൻസ് 5 to 10 millimeter ആണ് ഇതിൻ്റെ ലെങ്ത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 4 millimeter. വിഡ്ത്ത് 2 to 4 millimeter. മീസോഫിൽ സെൽസിലാണ് കാണുന്നത്. ലെങ്ത് 5 to 10 millimeter, വിഡ്ത്ത് 2 to 4 millimeter. പിന്നെ ഇതിൻ്റെ നമ്പർ, അതായത് ഓരോ സെല്ലിലും എത്ര ക്ലോറോഫിൽ ഉണ്ടെന്ന്. ക്ലാമിഡോമോണസിൽ ഒരെണ്ണേ ഉള്ളൂ. ഒരു സെല്ലിൽ ഒരൊറ്റ ക്ലോറോഫില്ലേ ഉള്ളൂ. ആർക്ക്? ക്ലാമിഡോമോണസിന്. പക്ഷെ ഗ്രീൻ ആൽഗയിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 20 to 40 പെർ സെല്ല് കാണാൻ പറ്റും. 20 തൊട്ട് 40 വരെ ക്ലോറോഫിൽസ് ഗ്രീൻ ആൽഗയിലൊക്കെ ഉണ്ട്. അപ്പം അത് ഓരോ സെല്ലിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും എന്തോരം ക്ലോറോഫിൽ ഉണ്ടെന്നുള്ളത് ഒരു സെല്ലിൽ. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഫസ്റ്റ് പിഗ്മെന്റ്, കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെന്റ്, ക്ലോറോഫിൽ. മീസോഫിൽ സെൽസ് ലെങ്ത് എന്ന് പറയുന്നത് 5 to 10 millimeter, വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 4 millimeter. ദെൻ അടുത്തതാണ് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ കളേർഡ് പിഗ്മെന്റ്സ് ആണ്. ക്രോമോ മീൻസ് കളേർഡ് പിഗ്മെന്റ്സ് ആണ് ക്രോമോപ്ലാസ്റ്റിലുള്ളത്. ഓക്കെ, അതിൻ്റെ പേരാണ് കെറോട്ടിനോയിഡ് പിഗ്മെന്റ് ഉള്ളവരെയാണ് നമ്മൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കളേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്ലാന്റിൽ കളേർഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്? ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ആണ് അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സും ഫ്ലവേഴ്സിലൊക്കെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. പ്രസന്റ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അട്രാക്ട് ഇൻസെക്ട് ഫോർ പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവർ. ഓക്കെ, ഇവർ പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ക്രോമോപ്ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല. ദേ ലാക്ക് വിസിബിൾ പിഗ്മെന്റ്സ്. അവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന കളറായിട്ടുള്ള പിഗ്മെന്റ്സ് ഒന്നും തന്നെ ലൂക്കോപ്ലാസ്റ്റിന് ഇല്ല. ഓക്കെ, ദെൻ ഇറ്റ് അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് പ്ലാന്റ്സ്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് പ്ലാന്റ്സിലായിരിക്കുമല്ലോ കളറായിട്ടുള്ള ഒന്നും കാണാത്തത്. ദാറ്റ് മീൻസ് അണ്ടർഗ്രൗണ്ട് പോർഷനിൽ എന്താ നടക്കുന്നത്? സ്റ്റോറേജ് ഓഫ് ഫുഡാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ മീൻസ് സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് അതിന് മൂന്നായിട്ട് തിരിക്കാം. അമിലോപ്ലാസ്റ്റ്, ഇലിയോപ്ലാസ്റ്റ്, പ്രോട്ടിയോപ്ലാസ്റ്റ്. അമിലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്നവരെയാണ് അമിലോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഓയിലിനെ സ്റ്റോർ ചെയ്യുന്നവരെയാണ് നമ്മൾ ഇലിയോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് നമുക്കറിയാം, പ്രോട്ടീനെ സ്റ്റോർ ചെയ്യുന്നവർ. അപ്പോൾ ഇത്രയാണ് 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് നമ്മൾ പഠിച്ചു. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. എന്തൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെന്റ്, ക്ലോറോഫിൽ. മീസോഫിൽ സെൽസിലാണ് കാണുന്നത്. ലെങ്ത് 5 to 10 millimeter ആണ്, വിത്ത് 2 to 4 millimeter ആണ്. ദെൻ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കളേർഡ് പിഗ്മെന്റ്സ് ആണ്.
carotenoid pigments ആണ് കാണുന്നത്. present in flowers and fruits. function attract insect for pollination. leucoplasts എന്ന് പറയുന്നത് visible pigments ഒന്നും തന്നെ ഇല്ല. it undergo underground portion of plants ആണ് കാണുന്നത്. function storage of food. Amyloplasts starch store ചെയ്യും, elaioplasts oil store ചെയ്യും, proteinoplasts protein store ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്ലാസ്റ്റിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ അതൊരു ഡബിൾ ലെയർഡ് സ്ട്രക്ചറാണ്. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഈ സ്പേസിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് കണ്ടെയ്ൻ പ്രോട്ടീൻ, റൈബോസോം, DNA അങ്ങനെ എല്ലാം സ്ട്രോമയ്ക്കകത്തുണ്ട്. പിന്നെ ഇതേ ഈ ഞാൻ വട്ടത്തിൽ വെച്ചിരുന്നുണ്ടല്ലേ, ഈ പച്ച കളറുള്ള വട്ടം, ഈ പച്ച കളറുള്ള വട്ടം ഒരു വട്ടം കാണിക്കുന്നത് തൈലക്കോഡിനെയാണ്. തൈലക്കോഡ് എന്നാണെന്ന് പറയുന്നത്, ഒരൊറ്റ ഒരെണ്ണം. ഇതുപോലെ ഒരുപാട് തൈലക്കോയിഡ്സ് ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഗ്രാന എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം തൈലക്കോയിഡ് മീൻസ് ഈ ഒരൊറ്റ ഒരെണ്ണമാണ് ഈ തൈലക്കോയിഡ്. തൈലക്കോയിഡ് മീൻസ് അതിനകത്താണ് ക്ലോറോഫില് ഇരിക്കുന്നത്, ക്ലോറോഫിൽ ഉണ്ട് അതിനകത്ത്. അങ്ങനെ തൈലക്കോയിഡ്സ് ഇങ്ങനെ കോയിൻ പോലെ ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് ഗ്രാന. അവിടെയാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് നമുക്കറിയാലോ, ലൈറ്റിൻ്റെ പ്രസൻസിൽ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എവറി പ്ലാന്റിന് ഇത് 10 to 100 ക്ലോറോപ്ലാസ്റ്റ് വരെ കാണാം ഒരു പ്ലാന്റ് സെല്ലിൽ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാന എന്ന് പറയുന്നത്. അവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഡർഗ്രാന എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലാസ്റ്റിഡ്സിൻ്റെ സ്ട്രക്ചർ. തൈലക്കോയിഡ്, ഗ്രാന, സ്ട്രോമ, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇതൊന്ന് കണക്ട് ചെയ്യുന്ന ഇൻഡർഗ്രാന. ഓക്കെ, ഇനി അടുത്തത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഹെൽപ്സ് ഇൻ സിന്തസിസ് ഓഫ് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. ഫുഡിനെ സിന്തസൈസ് ചെയ്യാൻ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് സിന്തസൈസ് ചെയ്യാനാണ് ക്ലോറോപ്ലാസ്റ്റ് സഹായിക്കുന്നത്. പിന്നെ ക്ലോറോഫിൽ ഹെൽപ്സ് ഇൻ ദ ക്യാപ്ചർ സൺലൈറ്റ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ മേക്ക് ഫുഡ്. ക്ലോറോഫിൽ എന്ത് ചെയ്യും, സൺലൈറ്റിനെ പിടിച്ചെടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. CO2 + H2O gives C6H12O6, അതായത് ഗ്ലൂക്കോസ്. അങ്ങനെയാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്ലാസ്റ്റിഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ലാർജ് പിഗ്മെൻറ്റ് കണ്ടെയ്നിങ് ബോഡീസ് ആണ്. പ്ലാന്റ്സിൽ യൂഗ്ലിനോയിഡ്സ് ഒക്കെയാണ് കാണുന്നത്. മാനുഫാക്ചർ ആൻഡ് സ്റ്റോർ ഫുഡാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലുള്ള പിഗ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് അവർ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, ക്ലോറോപ്ലാസ്റ്റ്, ക്ലോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് എന്ന്. ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ ആണുള്ളത്, ക്രോമോപ്ലാസ്റ്റിൽ കാരോട്ടിനോയിഡ് ആണുള്ളത്, ലൂക്കോപ്ലാസ്റ്റിൽ അങ്ങനെ വിസിബിൾ പിഗ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ദെൻ പിന്നെ അവരുടെ സ്ട്രക്ചർ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് അപ്പം ഇനി അടുത്തൊരു പോർഷനാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോബോഡീസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ മൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ്. വെസിക്കിൾസ് മീൻസ് സ്പെരിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഈ മൈക്രോബോഡീസ്. ദെൻ കണ്ടെയ്ൻ വേരിയസ് എൻസൈം, ഒരുപാട് എൻസൈംസ് അതിലുണ്ട്. ദെൻ പ്രസന്റ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NCERT മൈക്രോബോഡീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് മെംബ്രെയിൻ മൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ്. കണ്ടെയ്ൻ വേരിയസ് എൻസൈം, പ്രസന്റ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഒരുപോലെ കാണുന്ന സ്ട്രക്ചറാണ് ഈ മൈക്രോബോഡീസ്. മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ് ഇവരിൽ ഒരുപാട് എൻസൈംസ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിഡ്സിനെ കുറിച്ചിട്ടും മൈക്രോബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.